ഗായ്സ് നമ്മളിങ്ങനെ ആകാശത്തോട്ടുള്ള ഇത്തിരി ഹൈറ്റിലുള്ള ചെറിയൊരു ടെൻഷനുണ്ട്. कैमरा को आगे की तरफ कर लो, हाँ दूसरी साइड. बैक साइड. ओके ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ മത്സ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മണാലിയിൽ നിന്ന് തിരിക്കുവാണ് കേട്ടോ. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നല്ല റൂമാണ്. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ഫുഡും കിട്ടും, പ്രൈസും കുറവാണ്, റേറ്റും കുറവാണ്. നിങ്ങൾക്ക് പോയാൽ മതി. ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും അടൽ ടണലിൽ കയറാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും ഓപ്പൺ അല്ല. കാരണം ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയാണ്, നല്ല ഇടിവെട്ടി മഴയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. എന്തായാലും ഒരു തവണ നമ്മൾ വരുന്നുണ്ട് ഈ വർഷം തന്നെ, വൈഫിനെയും കൂട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പോവുകയാണ്. നമ്മൾ താഴത്തെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ താഴെ, തൊട്ട് താഴെ മറ്റേ ഈ സാധനം ഇതുണ്ടോ, ഇതുണ്ടോ, കണ്ടില്ലേ? ഒരു ഓവർ എക്സ്പോഷർ ആണെന്ന് തോന്നുന്നല്ലോ. നമ്മളങ്ങനെ പാരാഗ്ലൈഡിങ് നടത്താൻ പോവാണ്. അവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. आ जाओ वाला एक बड़का आगे छोटे इधर आगे हैंड लूज रखे ब्रो. आजा जल्दी कर, पकड़. रेडी है सर? यानी छोटे इधर से. रेडी? आर यू रेडी सर? या Okay, 1 2 3 run full run full run. ये अंडा मोहन बॉडी वेट बैक साइड, बैक साइड पीछे को अंदर घुस जाओ. ओके. हिप्स को अंदर करो आराम से, आई कांट डू आराम से दैट भाई. पीछे पहले अपना बॉडी वेट पीछे को करो ऐसे. ओके ओके. यू कंफर्टेबल? या गाइस सुरक्षित अടിപൊളി. बॉडी वेट बैक साइड और हिप्स को पीछे करो. आराम से घुसो, आराम से. ये Okay. बैग निकालो भाई पहले अपना, ये जो कचरा डाला है ऊपर करो. ओके ऊपर. और पीछे घुस जाओ अब. हाँ डन और मोर देन इतना बस. ओके. कंफर्टेबल? या ओके. बॉडी वेट बैक साइड ओके. एंड हैंड्स क्लोज. स्टिक टूट गया? हाँ टूट गया. भागे नहीं ना भाई, जब भागना था उस टाइम पे बैठ गए आप. उसी टाइम पे तो भागना होता है ब्रदर यार. या लगा लूगा तो नहीं कहीं? हाँ आपको चोट तो नहीं आया कहीं? नो 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 नो. बॉडी वेट बैक साइड. ओके. यू एंजॉयिंग योर या फ्लाई? या Are you okay? Yes, I am fine. You okay? Yeah. ഗായ്സ് നമ്മളിങ്ങനെ ആകാശത്തോട്ടുള്ള ഇത്തിരി ഹൈറ്റിലുള്ള ചെറിയൊരു ടെൻഷനുണ്ട്. എന്നാലും കുഴപ്പമില്ല.
कैमरा को आगे की तरफ कर लो, हाँ दूसरी साइड। ठीक है। എവിടെ ചെന്നിറങ്ങുമെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. എവിടെയാണ് ചെന്നിറങ്ങുന്നത് നമ്മുടെ കാറ്റിൻ്റെ ദിശ അനുസരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. Bro, don't do anything, okay? Yes, yes, sir. Don't worry, okay? Okay. Don't stunt anything. I want to just fly. That's it. Body weight left side, Yeah. पूरा पीठ का वजन पीछे की ओर और पीछे की ओर, बॉडी वेट। Yeah. वीडियो देखा है सर आपने? हाँ. एक गांडू कार 100-200 ज़्यादा ले लो, यू सी देम? They are the landing downside. ऐसे ऊपर करना landing point। Okay. 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 Now. Okay. 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 And body weight that side. Okay. Body weight that side. Okay. Okay. Back your body weight, sir. Right. Right. Okay. And smile your face. Here the photographer. They take your photo. Okay. Legs up. Legs up. How's it? Nice? Nice, nice. അപ്പോൾ നമ്മൾ പാരാഗ്ലൈഡിങ് ഒക്കെ കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു പറഞ്ഞാൽ നന്നായിരുന്നു. ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഫ്ലൈ ചെയ്ത സമയത്തൊന്ന് ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. ചെറുതായിട്ടതേ കാലൊക്കെ ഇരിക്കുന്നത്. നമ്മൾ പിന്നെ റൈഡിങ് ഗിയർ ഇട്ടേക്കണ കാരണം സേഫായിരുന്നു, ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ കാലിലെ തൊലിയൊക്കെ പോയി നാശമായിക്കൊണ്ടിരുന്നേ. നമ്മളിപ്പോൾ അതേ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, അവിടെയാണ് കേട്ടോ ലാൻഡിങ് പ്ലേസ്. വരുന്നു വേലിക്കര നിറച്ചുണ്ട് കേട്ടോ. ഇതേ പോകണം. അപ്പം നമ്മൾ ഇതാണ് സ്ഥലം, ഇതിൽ കൂടെയാണ് നമ്മൾ വന്നത്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഈ ചെറിയൊരു പാലത്തിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. വലിയ സീനൊന്നുമില്ല. വേറെ സീൻ ഉണ്ടായിരുന്നു, എനിക്കത് തോന്നിയതുകൊണ്ട് ഞാനത് കൈകാര്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഗോപ്രോ ഇരിപ്പുണ്ട്. എൻ്റെ ഗോപ്രോയുടെ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, സെൽഫി സ്റ്റിക്കല്ല സ്റ്റിക്ക്,
ആ സ്റ്റിക്കിൻ്റെ ഒരു നടുക്കത്തെ ഒരു ഭാഗം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി 2 സൈഡ് ഒടിഞ്ഞു പോയായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു പിടിച്ചത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബാക്കിയുള്ള ആ ഒരു ഭാഗം കൂടി ചെറുതായിട്ട് ഇളകിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇത് ഒടിഞ്ഞു പോകും, കെയർഫുള്ളായിട്ട് പിടിച്ചില്ലെങ്കിൽ ഗോപ്രോ ഏതോ ഒരു സ്ഥലത്ത് ഫ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും പോകുന്നുള്ള ഉറപ്പായിരുന്നു. ഫ്ലൈ ചെയ്ത സമയത്ത് തന്നെ സാധനം ഒടിഞ്ഞു. ആദ്യത്തെ എൻ്റെ കൈ തന്നെ ഉണ്ടായിരുന്നു, നോ പ്രോബ്ലം, സേഫായിട്ടിരുന്നു. നമ്മൾ കൈ തന്നെ പിടിച്ചുകൊണ്ടാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് വൈഡായിട്ട് കിട്ടിയില്ല. പിന്നെ ഒരു ഓവർ എക്സ്പോഷറിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ശരിയാക്കണം. എൻ്റെ വണ്ടിക്ക് എന്തേ, ഞാൻ വന്ന വണ്ടിക്ക് ഏതാണോ എൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്മാരൊന്നും കാണാനില്ലല്ലോ, എവിടാണോ? എന്തായാലും നമുക്ക് ഇങ്ങനെ നിൽക്കണം. അങ്ങോട്ടുള്ള യാത്ര ഭയങ്കരമായിരുന്നു കേട്ടോ, ഒരു രക്ഷയിലാണ് എൻ്റെ മോനെ. ഓഫ് റോഡൊക്കെ അതെ ഈ പോകുന്ന വണ്ടിക്കാരുണ്ടല്ലോ, അവന്മാരുമ്പോൾ കൊണോണോണോണോന്ന് അവന്മാർ പോയ വഴി കാണണം. ഒരു രക്ഷയിലായിരുന്നു, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവന്മാർ പോയി. എൻ്റെ കൂടെ വന്ന ആളെന്ത് ചെയ്യേ, എൻ്റെ ബൈക്കും ലഗേജൊക്കെ അവിടെ ഇരിക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, വന്ന ആളെ കാണാനില്ലല്ലോ. എന്തായാലും നോക്കട്ടെ ഗൈസ്. നീ ബാക്കി ഒന്നും കഴിച്ചില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ 12-1:30 ആയി. ഇപ്പോൾ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കണം. ഓക്കെ ഗൈസ്, സമയം 3 മണിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്നലെ അവർക്ക് അവൽ കൊടുത്തായിരുന്നു. അപ്പോൾ അവൽ നനച്ചായിരുന്നു. അവൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവിടെ നനച്ച്. അപ്പോൾ തന്നെ ഞാനിത് കഴിച്ചില്ല. പിന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റ് പോരാനുള്ളതുകൊണ്ട് ഞാനെല്ലാം സാധനം പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് സാധനം അധികം ഒന്നും കഴിക്കാമെന്നില്ല, ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് മറ്റേ സ്കൈ ഡൈവ് നടത്തി, സ്കൈ ഡൈവ് അല്ല പാരാഗ്ലൈഡിങ് നടത്തി. അങ്ങനെ വന്ന് മേലൊക്കെ വലിച്ചു കൂട്ടും. അപ്പോൾ പോകുന്ന വഴിക്ക് സമയം ഇത്ര ആയില്ലേ, വിശന്നിട്ട് ഒരു രക്ഷയില്ല. രാവിലെ കൂടി നമ്മൾ കുടിച്ച് ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഇവിടെ എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് നിർത്തി. ഇവിടെ ചെറിയൊരു പോകുന്ന വഴിക്ക് ചെറിയൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു മാഗി നൂഡിൽസ് ഓർഡർ ചെയ്തു. പൈസ എത്രയെന്ന് അറിയത്തില്ല. നേരത്തെ നമ്മൾ മണാലിയിലാം മറ്റേ അടൽ ടണലിൻ്റെ അവിടെ വെച്ച് അങ്ങോട്ട് കയറി പോകുന്നിടത്ത് തടയുന്നിടത്ത് വെച്ച് നമ്മൾ മാഗി കഴിച്ചായിരുന്നു. അതിന് 50 രൂപയായിരുന്നു. ഇവിടെ എത്ര രൂപയെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ വേറെ സംഭവം ഉണ്ട്, അതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ബസ് നിർത്തിയത്. കാണിച്ചു തരാം. അവിടെ ഒരു ആൻറ്റി ഉണ്ട്, ഒരു ആൻറ്റി മോളിലാണ് സംഭവം കുക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ തൊട്ട് താഴെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് ഇതുണ്ടോ ആൾക്കാർ പോകണുണ്ടോ. ഗേൾസൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. എന്ത് കിടക്കുന്ന എല്ലാവരും, അവർക്ക് പേടിയാന്ന് തോന്നുന്നുണ്ട്. റിവർ റാഫ്റ്റിംഗ് നടക്കുന്നുണ്ട് ഇവിടെ താഴെ. നമ്മൾ അതിലോട്ട് പോയില്ല, കാരണം എനിക്ക് അതിനോട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ അതികൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ കഴിച്ചിട്ട് മാഗി നൂഡിൽസ് ഈ പുള്ളിക്കാരായിട്ട് ഉണ്ടാക്കിയ മോളാന്ന് തോന്നുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. എല്ലായിടത്തും നൂഡിൽസ് കഴിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി സാധനങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കാര്യം കാണിച്ചിട്ടാണ്. ആൻറ്റി ഇവിടെ കൈ കൊണ്ട് നെയ്യുന്നുണ്ട് കേട്ടോ. നോക്കി സെറ്റല്ലേ നെയ്യ് വീഡിയോ. ഓക്കെ ആയി ആൻറ്റി. സോക്സ് ഓക്കെ. സോക്സ് നെയ്യുണ്ട്, കൈ കൊണ്ട് നെയ്യുന്നുണ്ട്. സംഭവം ആൻറ്റി ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി മൊത്തം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. സംഭവം അടിപൊളിയല്ലേ? ഓക്കെ 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 ഓക്കെ, സൂപ്പർ. ഇതാണ് ആൻറ്റി കേട്ടോ. आपका नाम क्या है आंटी? हाँ सरला. ओके. Here only? हाँ ഓക്കെ. അപ്പോൾ ആൻറ്റി ഇവിടെ ഉണ്ടാക്കുന്നത് ഈ നൂലാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. ആൻറ്റി ഇങ്ങനെ നൈസായിട്ട് സംഭവങ്ങൾ. ഓ കിतना टाइम लगेगा वो बनाने के लिए? 2 दिन लग जाते हैं. 2 दिन एक सॉक्स. ഓക്കെ, ഒരു സോക്സ് ഉണ്ടാക്കാൻ വേണ്ടി 2 ദിവസം എടുക്കുമെന്നാണ് ആൻറ്റി പറയുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ് അല്ല, ഫുള്ള് കൈ കൊണ്ട് ഉണ്ടാക്കുന്നത്.
ചെയ്യുന്ന നോക്കി എങ്ങനെയാണെന്നുള്ളത്. എത്ര 4 കമ്പുണ്ട്. 4 കമ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉണ്ട് പടപടേന്ന് അവർ ചെയ്ത് വരുന്നത്. ഇത് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് അധികം സമയമില്ല. നമ്മളെന്തായാലും ഡൽഹി എത്തുമെന്ന് തോന്നുന്നില്ല. എവിടെയെങ്കിലും വെച്ച് നിർത്തണം. എവിടെയെങ്കിലും കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് സെറ്റാണ്. ഞാൻ ടയേർഡായി. പാരാഗ്ലൈഡിങ് എല്ലാം കൂടെ നടത്തിയപ്പോൾ ടയേർഡായി ഞാൻ. ഇനിയിപ്പോൾ എന്തായാലും പറ്റാവുന്നത്ര ഓടുക, റെസ്റ്റ് എടുക്കുക, പോവുക. ഏതെങ്കിലും പമ്പ് കാണുമ്പോൾ റെസ്റ്റ് എടുക്കുക. മൊത്തം ചുരമാണെങ്കിൽ അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പോട്ടെ. ഓക്കെ, ബൈ ഗൈസ്. ആൻറ്റി കിത്രയേ 70. ഓക്കെ, അപ്പോൾ 50 രൂപയാണ് ഇവിടെയും മാഗിക്ക് പ്രൈസ്. 20 രൂപ ചായ. ഒരു ചായ കൂടെ കുടിച്ചായിരുന്നു. അപ്പോൾ 70 രൂപ. അപ്പോൾ 70 രൂപ കൊടുക്കണം. ബൈ ഗൈസ്. നമ്മളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. ഇതുപോലുള്ള റോഡാണ്. ഏകദേശം ഒരു കുറേ കിലോമീറ്റർ ഉണ്ട് ഇതുപോലെ. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റോഡാണ്. നല്ല റോഡാണെങ്കിലും മൊത്തം ഹെയർ പിന്നുകളാണ്. അപ്പോൾ അതൊന്ന് കയറി ഇതൊന്ന് ഷിംല വഴിയാന്ന് തോന്നുന്നു പോകുന്നത്. നേരെ ഡൽഹിയിൽ എത്തണം. ഡൽഹിയിൽ ഇന്ന് എന്തായാലും എത്തില്ല. നമുക്കതുകൊണ്ട് നൈറ്റ് എവിടെയാണോ സേഫായിട്ട് സ്റ്റേ അടിക്കാൻ പറ്റുന്നത്. ഇവിടെ ഓരോ പാലത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുള്ളേ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു തുരങ്കം, അപ്പുറത്തെ ടണൽ, അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ, ടണൽ കണ്ടോ മേളിൽ 2 ടണൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണത്. റോഡ് മൊത്തമുണ്ട് ഇതുപോലെ ചെളിയും കുണ്ടും മൊത്തം അഴുക്കാണ്. ഇതുപോലെ കണ്ട ചെളിയാണ് നിറച്ച്. 2 ടണലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടണലാട്ടോ. 2 ടണലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇതാണത്. അവിടെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുതിര താഴെ നമ്മളിന്നലെ അന്ന് പോകുന്നപ്പോൾ കണ്ട ആ നദിയാണ് താഴെ ഉള്ളത്. പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴി അന്ന് നമ്മളെടുത്തപ്പോൾ എന്തായാലും ഏകദേശം ഒരു ഈവനിങ്ങോട് കൂടി എടുത്ത്. അന്ന് ഇത്രയും വെളിച്ചമില്ലായിരുന്നു. നമുക്കിപ്പോൾ എന്തായാലും കുറച്ച് വെളിച്ചം ഉണ്ട്. അതുകൊണ്ട് ഞാനപ്പോൾ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും അല്ല, നമ്മളീ പോകുന്ന വഴി കുറച്ചുകൂടെ ബാക്കിൽ ഞാൻ എടുക്കാത്തതാണ്. ആക്ച്വലി എടുക്കാൻ മറന്നുപോയി. അവിടെ ഇതിലും വലിയ പാറകളൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന പാറകൾ അരിഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണെന്ന് പറയാം. ഇതിനേക്കാൾ ഇച്ചോടെ കഷ്ടമാണ്, ഡേഞ്ചറാണ്. നമുക്ക് അവിടെ ബൈക്ക് കൊണ്ട് പോകുമ്പോൾ പിന്നെ അത്ര വലിയ സീനില്ല. ബസ്സൊക്കെ പോകുന്ന കണ്ടുണ്ടല്ലോ, കുരങ്ങന്മാരുണ്ട്. ബസ്സിന് പോകുമ്പോഴാണ് സീൻ. ഇതിൽ കിടക്കുന്നതല്ലോ, ആന്ധ്രാപ്രദേശിന് ബസ് പോകുന്നുണ്ട്. അപ്പോൾ അത് പഞ്ചാബിൻ്റെ ബസ്സാണ്. മേളിലൊക്കെ നോക്കിയാൽ പണി നടക്കുന്നതാണ് ആ ടണൽ. ആ ടണലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിർത്തിയായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഊരി കഴിയപ്പോഴേ മാസ്ക് ഇടാൻ മറന്നുപോയി. മാസ്കിൻ്റെ ഇവിടെ ആവശ്യം വേറൊന്നും കൊണ്ടല്ല, നല്ല പൊടിയെന്ന് പറഞ്ഞുണ്ടല്ലോ, അന്യായ പൊടിയാണ് വരുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെയ്ത് ഞാൻ ഹെൽമെറ്റിൻ്റെ മറ്റേ ഗ്ലാസ് പൊക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പൊക്കി വെച്ചേക്കണം. കാരണം പൊടി നല്ല രീതിയിൽ, കണ്ണാടി വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും പൊടി നല്ല രീതിയിൽ വായിലോട്ട് കയറുന്നുണ്ട്. ഉണ്ടോ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഒന്നാമത് കാര്യം ഇതുപോലെ വലിയ വണ്ടി പോകുമ്പോൾ വലിയ തണി കണക്കിന് ഇതായിട്ടല്ലേ പോകുന്നത്. അതുകൊണ്ടൊരു ചെറിയ വിഷയം റോഡിനുണ്ട് എന്തായാലും. പിന്നെ നല്ല പൊടിയാണ് കേട്ടോ, അതാണ് ഏറ്റവും വലിയ സീൻ.
കുറച്ചൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൊടി വന്നിട്ടുണ്ടല്ലോ, റോഡ് മൊത്തം അപ്പുറത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റുള്ള രീതിയിൽ പൊടി വരും. അപ്പോൾ നമ്മൾ വണ്ടിയൊന്നും കാണുകയില്ല അപ്പുറത്ത് വരുന്നത്. അപ്പുറത്തെ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ? മൗണ്ടൻസ്, മലകളാണ് മൊത്തം. അടിപൊളിയാണ് കാണാൻ. കുറച്ച് ദൂരം നമുക്കിങ്ങനെ എടുക്കാം. ഇവിടുത്തെ സാഹസിക യാത്ര നിങ്ങളും കൂടെ ഒന്ന് അറിയണ്ടേ. അതായത് ഇതിനേക്കാളും ആഴ്ചയോടെ ഭീകരത ഉള്ളതാണ് നമ്മുടെ ലേ ലഡാക്ക്. അതായത് മണാലിയിൽ നിന്ന് ലേ റൂട്ടിലോട്ട് പോകുന്ന, അല്ലെങ്കിൽ ലഡാക്ക് റൂട്ടിലോട്ട് പോകുന്ന വഴികളും ഇതിനേക്കാളും ഇച്ചിരി ഡേഞ്ചറാണ്. അവിടെ ഇതിനേക്കാളും കഷ്ടമാണ്, റോഡ് ഇതിനേക്കാളും കഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ പോവും, അത് വേറെ കാര്യം. ഇതൊരു വണ്ടികളെ പോകണമെന്ന് നോക്കിയാൽ ഇവിടെ പാറ ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുവാണ്. പിന്നെ വീതിയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട്. 2 വണ്ടിക്ക് സുഖമായിട്ട് കടന്നു പോകാം. ചിലയിടത്ത് പറഞ്ഞാൽ ഒട്ടും വീതിയില്ല, അവിടെയൊക്കെ നല്ല റിസ്ക്കാണ് പോകാൻ. വണ്ടികൾ തമ്മിലേ പോകുമ്പോൾ നമ്മളവർക്കും ഈ പാറയുടെ കഷ്ണത്തിലൊക്കെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടുന്നു, അതുപോലെ തള്ളി നിൽക്കുന്നത്. 2 വണ്ടികൾ തമ്മിൽ പോകുമ്പോൾ അതുപോലെ ഡേഞ്ചറസാണ് ഈ സ്ഥലം. ഇവിടെയൊക്കെ ചിലയിടത്തൊക്കെ കഷ്ണങ്ങൾ, പാറ കഷ്ണങ്ങളൊക്കെ മേളിൽ നിന്ന് വീഴുന്നുണ്ട്. ലാൻഡ് സ്ലൈഡിങ് ഉള്ള ഏരിയാസ് ഉണ്ട്, അവിടെ പ്രത്യേകം അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇത്ര ഡേഞ്ചറാണോ. നമ്മൾ സൂക്ഷിച്ച് പോയിട്ട് മേളിലോട്ട് നോക്കി റോഡ് നോക്കി പോയിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ അന്ന് കാശ്മീർ പോയപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വണ്ടിയുടെ ഇന്നോവയുടെ തൊട്ട് ഫ്രണ്ടിൽ ഇന്നോവയുടെ വീലിൻ്റെ അവിടെ വന്ന് കല്ല് ചാടി നമ്മൾ കണ്ട ചെറിയൊരു പാറ കഷ്ണം. അതങ്ങനെ നമ്മുടെ വണ്ടിയിലൊക്കെ ഞാൻ ചാടി ഇറങ്ങി കണ്ടിട്ടുണ്ട്. ഇതുണ്ടോ മേലോട്ട് നോക്കി പലരെയൊക്കെ പേടിച്ചോടും നമ്മുടെ സൗണ്ട് വരും. വണ്ടിയുടെ റോഡ് കണ്ടോ, അത്രയ്ക്ക് ഭീകരതയാണ്. ഏതോ ഒരു റൈഡേഴ്സ് വരുന്നുണ്ട്. അതങ്ങോട്ടാ MP മധ്യപ്രദേശിൽ നിന്നുള്ളവരാണ് കേട്ടോ. അവർ കപ്പിൾസാണ്, കണ്ടിട്ട് കപ്പിൾസാന്ന് തോന്നുന്നു. ഞാൻ ക്ലിയറായിട്ട് കണ്ടില്ല, എനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം അപ്പുറത്ത് വണ്ടി ഉള്ള കാരണം. ഈ മലയുടെ കുന്നിൻ്റെ മേളിലാണെങ്കിലേ നമ്മൾ നോക്കിയറിയാം, സൂക്ഷിച്ച് നോക്കിയറിയാം, അതിൻ്റെ അകത്തൊക്കെ വീടുകളുണ്ട്. പഞ്ചാബിലെ വണ്ടിയാണ്. അപ്പം ഞാൻ ഓർത്തത് ഇതിൻ്റെയൊക്കെ വീട് എങ്ങനെ വയ്ക്കി വീടില്ലേ, എന്ത് കഷ്ടപ്പെട്ടാക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ സാധനങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ചുവന്ന് കുത്തി സിമെൻറ്റും ഇഷ്ടികയും അല്ലെങ്കിൽ ഹോളോബ്രിക്സ് എന്തെങ്കിലും ആട്ടെ. ഞാൻ ഇവിടെ കൂടുതലും വീടുണ്ടാക്കാൻ മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഇഷ്ടിക ആണ് ഉപയോഗിക്കുന്നത്. ഹോളോബ്രിക്സ് ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ ചുവന്ന് അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ, അതൊരു ഭയങ്കര റിസ്ക് തന്നെ. നമ്മുടെയൊക്കെ നാട്ടിൽ കുറച്ച് വരെ കയറ്റാൻ വരെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടത്. റോഡും ഉണ്ടോ, ഇതേ കുന്നിൻ ചെരുവിലൊക്കെ ആൾക്കാർ നോക്കുക. അവിടെ മൊത്തം ആൾക്കാരുണ്ട്. അത് ചെറിയൊരു ഗ്രാമം തോന്നും. എന്നാലും അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഈ സാധനങ്ങൾ എത്തിക്കാന്ന് പറഞ്ഞാലേ എങ്ങനെയായിരിക്കും എത്തിക്കുക? അതൊക്കെ ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാർ ചുമന്നുകൊണ്ട് പോകുന്ന വീതി വ്യത്യാസമുണ്ട്. ഓരോ സാധനങ്ങളും അവരെ തലയിലേക്ക് അവർ ഒരു വള്ളി ഇടും. നമ്മുടെയൊക്കെ നാട്ടിൽ തേയില നുള്ളാൻ പോകുന്ന ആൾക്കാർ പോകുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു ഒരു സ്ട്രക്ചറാണ്. ആരവിടെ പോവാ കേട്ടോ, വളവിലൊക്കെ കയറി വന്നേക്കാണ് പുള്ളി. കൊടും വളമാണ്. അപ്പം അവൻ ചവിട്ടിട്ട് സിറ്റിയിൽ വന്നുണ്ടോ, നമ്മൾ നോക്കിയില്ല നമ്മുടെ വണ്ടിക്ക്. ആദ്യത്തോട്ടൊക്കെ മണ്ണിട്ട് അവർ റോഡ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തന്നെ കാണാം എന്തൊരു പൊടി ഉണ്ടെന്ന് ഇവിടെ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മറ്റേ തലയെക്കൊണ്ടൊരു വള്ളി ഇടും. വള്ളി ഇട്ടിട്ട് അതിൻ്റെ വെയിറ്റ് മൊത്തം വരുന്നത് പുറകിൽ അവരൊരു പുറകിലാണ്. അതായത് നമ്മുടെ മുതുകിൽ അവർ സാധനം വെച്ചിട്ട് അതിൻ്റെ വള്ളി വന്നിട്ട് മുകളിലോട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ വെയിറ്റ് വരില്ല എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ അവർക്ക് ബാലൻസ് ചെയ്ത് പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ സാധിക്കും. മറ്റൊന്ന് പറയുന്നത് കയ്യിൽ പിടിച്ച് കൈ നമ്മുടെ കഴയ്ക്കും. ഇനി 2 സൈഡും പ്രോബ്ലംസ് വരും. ഇത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല.
നല്ല രീതിയിൽ സേഫായിട്ട് അവർക്ക് പെട്ടെന്ന് നീങ്ങാൻ പറ്റും. അങ്ങനൊരു ഭയങ്കര ഒരു സെറ്റപ്പിലാണ് അവർ വെയിറ്റ് സാധനങ്ങൾ ലഗേജൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും കൊണ്ടുപോകണമെന്നില്ല. പിന്നെ ചില ഹിന്ദിക്കാരൊക്കെ അതുപോലെ സാധനങ്ങൾ ഈ ഇഷ്ടിയൊക്കെ ചുമന്നുകൊണ്ട് കൊണ്ടുപോകാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് അയ്യോ നല്ലൊരു കുഴിക്കകത്ത് വെച്ച് ചാടി, എത്തിക്കാൻ പറ്റിയില്ല ഗൈസ്. വീണ്ടും കുഴിക്കകത്ത് ചാടി. ഇതുപോലുള്ള കുഴികളാണ് ഗൈസ് വലിയ വിഷയം. നമ്മൾ കയറി ചെന്ന് അടുത്ത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും കുഴി കാണുക. ആ കുഴി വെട്ടിക്കാൻ നോക്കിയാൽ നമ്മുടെ കയ്യിൽ വെയിറ്റ് ഉണ്ടായതുകൊണ്ട് കുഴി വെട്ടിക്കാൻ നോക്കിയാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരാവില്ല. ഞാൻ എന്തെങ്കിലും ആട്ടെ കുഴിക്കകത്ത് തന്നെ ഇറങ്ങട്ടെ എന്നോർത്ത് ചാടിച്ചുകൊണ്ട് അങ്ങ് പയ്യെ കയറ്റിക്കൊണ്ട് പോവുള്ളൂ. നമ്മളെ കണ്ട നദി ഉണ്ടല്ലോ, അത് ഡാമാണ്. ഇവിടെ ഡാം വരെ ആയിട്ടുണ്ട്. അതിൻ്റെ ഉണ്ടോ എന്ത് കളറാന്ന് നോക്കിയത്? പച്ച കളറല്ലേ? ആണോ? ഞാൻ ഈ മഞ്ഞ കണ്ണാടി ഇട്ടുകൊണ്ടേ എനിക്കൊരു പച്ച ഫീലായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നണതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് പച്ച കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആ ഡാമിൻ്റെ മേളിൽ കൂടെ പോകാൻ വേണ്ടി പോകണം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പോകുന്ന യാത്ര, ഇപ്പോൾ ഈ പോകുന്ന വഴി ഓർമ്മ വരുന്ന പൊന്മുടി ഡാമാണ്. നമ്മുടെ ഹൈ റേഞ്ചിലുള്ള പൂപ്പാറ വഴിക്കുള്ള അങ്ങനെ ഒരു ശരിക്കും ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു വഴി കൂടെ പോകുന്നത്. പക്ഷേ അതിനത്ര വഴി വീതി ഇല്ല. ഈ പാറ ഒരു സൈഡിൽ അരിഞ്ഞ് വെച്ചേക്കുന്നു. ഇത് നമ്മൾ ഡാമിൻ്റെ മേളിലോട്ട് കയറുവാണേ. പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. ഓക്കെ, നമ്മളിവിടെ നിർത്താനുള്ള അനുവാദം ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ നിർത്തുന്നില്ല. No photography, prohibited area. No parking, no photography. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ മുകളിലൂടെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ നല്ല റൂട്ടാന്ന് തോന്നുന്നു. വെച്ചലക്കി പോകണം, സമയമില്ല. ഏതെങ്കിലും ചെറിയ തട്ടുകട കാണുവാണെങ്കിൽ ഒരു ചായയും ഒരു ബ്രെഡ് ഓംലേറ്റും കഴിക്കാമെന്ന് വിചാരിക്കാം. സമയമില്ല. കാരണം മാണ്ടിക്ക് 19 കിലോമീറ്റർ, ചണ്ഡീഗഡ് 219 കിലോമീറ്റർ. ഡൽഹി പോകാൻ ചണ്ഡീഗഡ് പോകണം തോന്നുന്നല്ലേ. 219 കിലോമീറ്റർ ഓടി എത്തും തോന്നണില്ല. എന്നാലും എവിടെ വരെ എത്തുന്നോ അവിടെ വരെ പോവാം. ഏതെങ്കിലും ചെറിയ തട്ടുകട നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കഴിച്ചൊരു തട്ടുകടയുണ്ട്. ആ വഴിയാണ് പോകുന്നതെങ്കിൽ അവിടെ കയറി എന്തെങ്കിലും ഒരു ബ്രെഡ് റോസ്റ്റോ നമ്മൾ വെജ് മോമോസ് അവിടെ നിന്ന് കഴിച്ചായിരുന്നു. അയ്യോ മോനെ, അന്യായ കുഴിയായിരുന്നു കേട്ടോ. സ്പീഡ് ഓവർ സ്പീഡായിരുന്നു. എന്നാലും നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തി. ഓക്കെ, നമ്മളിനി വീണ്ടും കാണിക്കാവേ.